ഗ്രെഗ് ചാപ്പൽ പറഞ്ഞ വേറൊരു കാര്യം, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്ത ആള് കോഹ്ലി. അത് തീർച്ചയായിട്ടും ശരിയാണ്. എനിക്ക് പൂർണ്ണ യോജിപ്പാണ് ആ അഭിപ്രായത്തിന്. പണ്ടത്തെ ക്യാപ്റ്റന്മാരൊക്കെ ഇപ്പൊ ഞാൻ കുറെ പേരുടെ കളികൾ കവർ ചെയ്തിട്ടുണ്ട്. അവര് പുറമെ പോകുമ്പോ, ഇന്ത്യയിലല്ല, പുറമെ പോകുമ്പോ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കളിക്കുക. ജയിക്കാൻ വേണ്ടി ആദ്യം കളിച്ചു തുടങ്ങിയത് കോഹ്ലിയാണ്. അത് പ്രത്യേകിച്ച് ആദ്യത്തെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് ആഡ്ലേഡിൽ 348 വേണം ജയിക്കാൻ. അപ്പൊ എല്ലാരും ഡ്രോന് കളിക്കുന്നു വിചാരിച്ചിട്ട് കോഹ്ലി 141 റൺ എടുത്തു. ഇന്ത്യ അവസാനം 33 റണ്ണൊറ്റ തോറ്റത്. കോഹ്ലി ഔട്ടായപ്പോ ബാക്കി എല്ലാരും കൊലാപ്സ് ചെയ്തു. പക്ഷെ ആ ഒരു ഇന്നിങ്സിന് നമുക്ക് മനസ്സിലാക്കി ഈ ടീം ഇനി ഡ്രോന് വേണ്ടി കളിക്കാൻ പോകുന്നില്ല, ജയിക്കാൻ വേണ്ടിയിട്ടാ കളിക്കണം. അത് കാരണം പലപ്പോഴും തോറ്റിട്ടുമുണ്ട്. പക്ഷെ ആ ഓരോ തോൽവിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ചു. ഇംഗ്ലണ്ടിൽ 4-1 തോറ്റിട്ട് ഓസ്ട്രേലിയ പോയിട്ട് ആദ്യമായിട്ട് സീരീസ് ജയിച്ചു. അപ്പൊ അത് ഓരോ തോൽവിയിൽ നിന്നും അതൊരു ലെസൺ ആക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ടീമാണ് കോഹ്ലി.